പൗർണമി ഇത് തന്നെയാ. അതെ അതെ, സീരിയലായിട്ടൊക്കെ ഇട്ട് വെച്ചാൽ കണ്ടില്ലേ? ആ അത് തന്നെ. കൊള്ളാല്ലേ? അമ്മ ഇത് ഓക്കെ അല്ലേ? സൂര്യ, നീ ഇഞ്ച് ചെയ്തില്ലേ? അമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ കണ്ടില്ലായിരുന്നോ? ഓക്കെ പെണ്ണ് കാണാൻ പോകുമ്പോഴെങ്കിലും ഒന്ന് ഇഞ്ച് ചെയ്യടാ. ഞാനാ പറയണേ, നീ ഒന്ന് ഇഞ്ച് ചെയ്യേ. തർക്കിച്ച് നേരം കളയണ്ട, നീ ചെയ്തോ. ഇത് ഒറ്റ ബുദ്ധിയാ. മനുഷ്യ പറഞ്ഞത് തന്നെ പറഞ്ഞോണ്ടിരിക്കും. വല്ലാത്തൊരു കഷ്ടോട്ടോ ഇത്. ഇഞ്ച് ചെയ്യടാ. ഒന്ന് വേഗം ആവട്ടെടാ, നമ്മൾ അല്ലെങ്കിലേ ലേറ്റാ. എന്തിനാണ് നിങ്ങള് ഞങ്ങള് പെണ്ണ് കാണാൻ. SBT-ലെ രഘു പറഞ്ഞ. അതെ അതെ, അത് തന്നെ. നിങ്ങൾ കുറച്ച് ലേറ്റ് ആയി അല്ലേ? സ്റ്റേഡിയം ക്രോസ് ചെയ്യാൻ കുറച്ച് സമയം എടുത്തു. ഇന്ന് കളിയുണ്ടല്ലോ, ക്രിക്കറ്റേ. അതെ അതെ, കളി നമ്മൾ ആരുമായിട്ടാ? അമേരിക്ക. അമേരിക്കയായിട്ട് ക്രിക്കറ്റ്. ശ്രീലങ്ക. അതെ ശ്രീലങ്ക. സോറി. വരൂ വരൂ. ആയിക്കോട്ടെ. അമ്മ ഒന്ന് പുറത്തിറങ്ങുമ്പോഴെങ്കിലും മര്യാദയ്ക്ക് പെരുമാറിക്കൂടെ? വരൂ പ്ലീസ് കം. ലേറ്റ് ആയപ്പോൾ മനസ്സിലായി എന്തെങ്കിലും ബ്ലോക്കിലോ മറ്റോ പെട്ട് കാണും. എനിക്കങ്ങനെ ആരും ഫോളോ അപ്പ് ചെയ്ത് ശീലമില്ല. പിന്നെ ഇയാൾ പറഞ്ഞ അങ്ങോട്ടൊന്ന് വിളിച്ചു നോക്കാം. നമസ്കാരം. അതുകൊണ്ടാണ് വിളിച്ചത്. അത് നന്നായി. വരൂ. നീ എന്തുവായി ആലോചിച്ചു കൂട്ടുന്നേ? മാറിങ്ങോട്ട്. സുധേ, ചായ എടുക്കാൻ പറഞ്ഞോളൂ. ചേച്ചി എടുത്തോ. ഇതാ വരുന്നു. സോ വിജയ്, എൻജിനീയറിംഗ് കഴിഞ്ഞു. ഓക്കെ, ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല എന്നും പറഞ്ഞു. സോ ടെൽ മീ വിജയ്, വാട്ട്സ് യുവർ ഗോൾ? വാട്ട്സ് യുവർ എയിം? സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ്. ഗുഡ്. കാലിബർ ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത് ഇറ്റ്സ് എ വെരി ഗുഡ് ഐഡിയ. ഓ സോറി, ഞാൻ പരിചയപ്പെടുത്തിയില്ല. ദിസ് ഇസ് മൈ കസിൻ and his wife. We are basically from Adur. Appo wife? We are separated. എനിക്കൊന്നും ഹൈഡ് ചെയ്യുന്ന ഇഷ്ടമല്ല. ഐ ബീൻ ഫ്രാങ്ക് അബൌട്ട് എവറിത്തിങ്. കഴിക്കൂ. ഓക്കെ. ഇവർക്ക് എന്തെങ്കിലും ചോദിക്കാനോ പറയാനുണ്ടെങ്കിലേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറിക്കോട്ടെ. അയ്യോ, അത് വേണോ? അത് വേണോന്നോ? ദാറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. പോയി പരിചയപ്പെടൂ. ചെല്ലു സോനം. റൂമിലൊന്നും കയറണ്ട, ബാൽക്കണിയിലൊന്നും സംസാരിച്ചാൽ മതി. അതെ. എന്താ ഒരു കൺഫ്യൂഷൻ? ഗോ അഹെഡ്. Your fly is under. സോറി. Sit. സോറി. എന്താ? ഒന്നുമില്ല. അല്ല, എന്തോ ഉണ്ട്. ഒന്നുമില്ല. പിന്നെ നീ എന്തിനാ സോറി പറഞ്ഞേ? എന്താ സൂര്യ, ഇങ്ങനെയാണോ നിന്നെ ഞാൻ വളർത്തിയിരിക്കണേ? മുതിർന്നവരോട് സോറി പറയുമ്പോ കാല് തൊട്ട് വന്ദിക്കണ്ടേ? ചെല്ല്, അങ്കിളുടെ കാല് തൊട്ട് വന്ദിക്ക്. അമ്മേ പ്ലീസ്. അതിന്റെയൊക്കെ ആവശ്യം എന്താ? അതെ. ഞങ്ങൾ അവനെ വളരെ കുലീനമായിട്ടാ വളർത്തിയിരിക്കണേ. എന്തോ തെറ്റ് ചെയ്തോണ്ട് അവൻ സോറി പറഞ്ഞേ. നേരം കളയല്ലേ. ചെല്ലുമോനെ, അങ്ങളുടെ കാല് തൊട്. എന്തിനാ ഇപ്പൊ എന്റെ കാല് പിടിക്കുന്നത്? ഞങ്ങൾ കണ്ടില്ലെങ്കിലും അവൻ എന്തോ തെറ്റ് ചെയ്തു എനിക്ക് മനസ്സിലായി. ചെല്ലുമോനെ, അങ്ങളുടെ കാല് തൊട്ട് വന്ദിക്ക്. ഞാൻ പഠിപ്പിച്ചതൊക്കെ നീ മറന്നോ? സോറി. ഒന്ന് പറയൂന്ന്. നിന്റെ അമ്മയ്ക്ക് പ്രാന്താടാ. ചെല്ലുമോനെ. ആ ഇപ്പൊ ഒരാവശ്യമില്ല കേട്ടോ. പിന്നെ അല്ലാണ്ട്. സോറി അങ്കിൾ. എന്റെ ട്രിപ്പ് ഇങ്ങോട്ടപ്പാ. It's all right. Sorry. I can manage. All is well. Yes. What are you thinking? ഒരു സിഗരറ്റ് വലിക്കാൻ. ഒരു സിഗരറ്റ് വലിക്കാൻ ടെൻഷൻ ആവുമ്പോ. Okay, 1 second. അല്ല, അത് that's okay. No, that's fine. ഐ ബിലീവ് ഇൻ ആസ്ട്രോളജി. ഐ തിങ്ക് ഇറ്റ്സ് എ സയൻസ്. അതിനാ ഞാൻ ആദ്യം ജാതകം ഫോട്ടോ ഒക്കെ ചോദിച്ചത്. 10ൽ 8 പൊരുത്തം. ഇറ്റ്സ് റിയലി ഗുഡ്. ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അല്ല, പ്രോഗ്രസീവ് ആറ്റിറ്റ്യൂഡ്, എനർജറ്റിക്, എഡ്യൂക്കേറ്റഡ് ആൻഡ് നല്ല തറവാടിത്തൊക്കെ ഉള്ളൊരു പയ്യൻ. അതാണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെയാണെങ്കിൽ അവൻ നല്ലൊരു ഓപ്ഷൻ അങ്ങളെ. ഞങ്ങൾ ഫ്രണ്ട്സ് ആയിട്ട് പറയല്ല, ഞങ്ങളെ വീട്ടിലൊക്കെ പറയുന്നത് ഇവനെക്കാട്ട് പഠിക്കണം എപ്പോഴും. അയ്യോ, അത് കാര്യമായിട്ട് എടുക്കണ്ട കേട്ടോ. അവര് ഫ്രണ്ട്സ് ആയതുകൊണ്ട് അങ്ങനെ പറയുന്നതാ. അവൻ എക്സ്ട്രാ ഓർഡിനറി എന്ന് പറയാൻ ഒന്നുമില്ല, ജസ്റ്റ് ആൻ ആവറേജ്. ഐ ലൈക്ക് യുവർ ഫ്രാങ്ക്നെസ്. താങ്ക് യു. എൻ്റെ മോള് കുറച്ച് വീക്കാണ് സ്റ്റഡീസിലൊക്കെ.
പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, പക്ഷേ ഇപ്പോൾ പ്രൈവറ്റായിട്ട് ഷീസ് കണ്ടിന്യൂയിങ് ഹെർ സ്റ്റഡീസ്. അതൊരു 4 months കഴിയും. അത് കഴിഞ്ഞിട്ട് മാരേജിൻ്റെ കാര്യം വി കൻ തിങ്ക് അബൌട്ട് ഇറ്റ്, അല്ല? ബട്ട് ഇഫ് ദേ ലൈക്ക് ഈച്ച് അതർ. Hey. അങ്കിള് പൊളിയാണല്ലോ. ഡാഡി വലിക്കാറില്ല. പിന്നെ ഇനിയൊരു കാര്യം ഞാൻ ഫ്രാങ്ക് ആയിട്ട് പറയാം. നിങ്ങൾ ചോദിച്ചില്ല, അത് നിങ്ങളുടെ മാന്യത. എൻ്റേതെല്ലാം എൻ്റെ മോൾക്കാണ്. എൻ്റേതെല്ലാം എന്ന് പറഞ്ഞാൽ എല്ലാം. ഓ, ഞങ്ങൾ അതിനെപ്പറ്റി ഒന്നും ചിന്തിച്ചിട്ടേ ഇല്ല. അതിലൊക്കെ എന്തിരിക്കുന്നു, ഞങ്ങൾക്ക് നിങ്ങളുടെ മകളെ മാത്രം മതി. പിന്നെ ഈ വീടിരിക്കുന്ന സ്ഥലം എത്ര സെന്റ് വരും? അതൊരു 50 സെന്റ് വരും. അതിലേക്ക് എന്തിരിക്കുന്നല്ലേ? അവർ വന്നല്ലോ. ഭാഗ്യം. യെസ്, കം ഇരിക്കൂ. 5 minutes കൊണ്ട് പരസ്പരം എന്തറിയാനല്ലേ? ഒരു സിഗരറ്റ് വലിക്കുന്ന സമയമല്ലേ ഉള്ളൂ. സോ ഞാനൊരു പ്ലാൻ പറയാം. വിജയും സോനവും കൂടെ ഒരു ലഞ്ചിന് പോട്ടെ. ഒരു 3-4 days കഴിഞ്ഞ് മതി. അപ്പോൾ കുറേ കൂടെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനും അറിയാനൊക്കെ കഴിയുമല്ലോ. വാട്ട് യു സേ? അത് നല്ല കാര്യമാണ്, കൊള്ളാം. എന്നാൽ പിന്നെ നമുക്കിന്ന് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? ഓ, അങ്ങനെ ആവട്ടെ. ഓക്കെ, അപ്പം നമുക്ക് ഇറങ്ങാം. ഓക്കെ, നൈസ് മീറ്റിംഗ്. സെയിം ഹിയർ. വീണ്ടും ഉടനെ കാണാം. സീ യു യങ് മാൻ. സോ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ആക്ച്വലി വി ആർ മ്യൂസിക് ഡയറക്ടേഴ്സ് ഫ്രം ഇന്ത്യ, കൊച്ചി, പള്ളൂർ, തിരുപ്പതി. ഇൻട്രസ്റ്റിംഗ്. സോ ആഡ് ഫിലിം ജിംഗിൾസ് ഒക്കെ ചെയ്യാറുണ്ടോ? പിന്നെ പോപ്പി കൂടെ, ജോൺസ് കൂടെ, സ്കൂബിയുടെ ഇതെല്ലാം നമ്മൾ ചെയ്തത്. അത് കൊള്ളാലോ. ഒരു മിനിറ്റ്. ഇത് ഈ കാലിലെ വളങ്കടി മാറ്റുന്നതിനുള്ള ഒരു പ്രോഡക്റ്റ് എൻ്റെ കമ്പനി മാർക്കറ്റ് ചെയ്യുന്നതാണ്, ഷൈലാക്ക്. ഇതിനു വേണ്ടി ഒരു ട്യൂൺ ഉണ്ടാക്കാവോ? Fine. നല്ല പേര്. അല്ല, നിങ്ങൾ വരുന്നില്ലേ? We are just making the time little more productive. 3172. हाँ, 3 डजन आज ही भेज दो. हाँ. അച്ഛാ, അന്ന് അഡ്രസ്സ് മാറി വന്നവരുടെ അഡ്രസ് ഉണ്ടോ? സതീഷ്, ഒരു മിനിറ്റ്. അഡ്രസ്സ് മാറി വന്നവരുടെ അഡ്രസ് ഉണ്ടോ? അവർ അഡ്രസ്സ് തെറ്റി വന്നല്ലേ, പിന്നെ അവരുടെ അഡ്രസ്സ് എവിടുന്ന? ഉണ്ടോ ഇല്ലയോ? അത്യാവശ്യം വല്ലതും ആണോ? തപ്പിയെടുക്കാം. കിട്ടിയാ കൊള്ളായിരുന്നു. എന്താടി കാര്യം? അതൊക്കെ ഉണ്ട്. നിനക്ക് വല്ല ഓട്ടോയിലും പോയാ അയ്യോ, അതൊന്നും വെയിറ്റ് ചെയ്യിക്കാൻ പറ്റില്ല. ഹെൽമെറ്റ്. ഇരുചക്ര വാഹനം ഓടിക്കുന്നവർ നിർബന്ധമായും ഹെൽമെറ്റ് ധരിക്കണം. വെരി ഫണി. വളങ്കടി മാറാൻ ശൈലപ്പുരട്ടു, ശൈലപ്പുരട്ടു, വളങ്കടി മാറാൻ ശൈലപ്പുരട്ടു, ശൈലപ്പുരട്ടു, കടിപ്പാടെ മാറ്റാനായി ഷൈലോക്കെന്റെ കാലിലുണ്ട്, ഷൈലോക്കെന്റെ കാലിലുണ്ട്, ഷൈലോക്കെന്നും കൂടെയുണ്ട്. ഇത് വേണ്ട, ഇത് വേണ്ട. നല്ല ഐശ്വര്യമാണല്ലോ. ഇതാ ഇപ്പൊ ഒരു ഷെഫിനെ അപ്പോയിന്റ് ചെയ്തേ ഉള്ളൂ. അപ്പോയിന്റ് ചെയ്തു? പിന്നെ ഞാൻ വിളിച്ചപ്പോ വരാൻ പറഞ്ഞതിന് ചുമ്മാ. ഇയാൾക്കൊന്നും ഓക്കെ അല്ല, ചുറ്റുമുള്ള ഒന്നിനോടും താല്പര്യമില്ല. ഫാദറിനോട് ബിസിനസ് എന്തോ ഏറ്റെടുത്ത് നടത്താൻ പോവാന്നൊക്കെയല്ലേ പറഞ്ഞേ. എന്നിട്ടിപ്പോ എന്തു പറ്റി? അത് ചോദിക്കാൻ വിളിച്ചേ. ഓ, വിളിച്ചെടുത്ത് ഇൻസൾട്ട് ചെയ്യാൻ നോക്കിയത്. ഹലോ, ബിസിനസ് ചെയ്യാൻ ഏറ്റവും ആവശ്യമേ ക്ഷമയാണ്, അതറിയാവോ? ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള മാർക്കറ്റിംഗ് ഒക്കെ ഞാൻ തന്നെ നോക്കിക്കോളാം. ഫുഡ് ട്രക്കിന്റെ മെയിൻ്റനൻസ്, പർച്ചേസ്, കുക്കിംഗ് റിലേറ്റഡ് കാര്യങ്ങൾ, ഇതൊക്കെ ചെയ്യാവോ? അങ്ങനെയാണെങ്കിൽ നാളെ മോർണിംഗ് ഷാർപ്പ് 9 AM ജോലികൾ തുടങ്ങണം. മറ്റേ ആ മ്യൂസിക് ഡയറക്ടേഴ്സിനെയും കൂടി വിളിച്ചോളൂ. വേറെ ഫ്രണ്ട്സ് ആരും ഇല്ലല്ലോ ഹെൽപ്പ് ചെയ്യാൻ. ഓൾറെഡി ഒരു കാറ്ററിംഗ് കമ്പനി ഏൽപ്പിച്ചതാ. പിന്നെ ബെസ്റ്റ് ഫ്രണ്ട് ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ആദ്യത്തെ വർക്ക് നമ്മൾ തന്നെ കൊടുക്കണം, വളരെ നിർബന്ധം. അതുകൊണ്ടാണ്. ആക്ച്വലി ഞങ്ങൾക്ക് കേറ്ററിംഗ് പ്ലാൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതെ, ആദ്യത്തെ ബിസിനസിന്റെ കൂടെ ഞങ്ങൾ പുതിയ പ്ലാനും കൂടെ തന്നില്ലേ. സോ ദാറ്റ്സ് ഓൾ. ഐ ട്രസ്റ്റ് യു. താങ്ക്സ്. ഇംപ്രസ് എവരിവൺ വിത്ത് ഡെലീഷ്യസ് ഫുഡ്. ഷുവർ അങ്കിൾ, വി വിൽ. ഓക്കേ. അങ്കിൾ എന്നെ ഒന്ന് ലൈബ്രറിയിൽ ഡ്രോപ്പ് ചെയ്യണം. പിന്നെന്താടാ.
അങ്കിൾ ഇത് വിജയ് പിങ്കിയുടെ പാർട്ട്ണറാ. ഇതെന്റെ അങ്കിൾ. ഹായ് ജെന്റിൽമാൻ, സീ യു ടുമോറോ. ടുമോറോ ഓക്കേ. നാളെ കാണാം. നാളെ? ഹേ, അതെന്താ ജെന്റിൽമാൻ? നമ്മുടെ ഒഫീഷ്യൽ ലോഞ്ച് ആവുന്നതിന് മുന്നേ ഫസ്റ്റ് ഓർഡർ കിട്ടി. കേറ്ററിംഗ് ആണ്, ട്രയലായിട്ട് കൂട്ടിയാൽ മതി. എക്സ്പീരിയൻസ് ആയിക്കോട്ടെ. കേറ്ററിംഗ് നമ്മുടെ പ്ലാനിലില്ലല്ലോ. ഏതാ ക്ലച്ച് പിടിക്കുന്നതെന്ന് ആർക്കറിയാം? ഇങ്ങോട്ട് വന്നേല്ലേ, ബിഗ് ഇവന്റ് മാനേജറാണ്. പക്ഷെ നാളെ രാവിലെ 11 മണിക്ക് ഫുഡ് അവിടെ എത്തണം. ബട്ട് നാളെ എന്ന് പറയുമ്പോൾ മെനു ഒക്കെ മെനു ഒന്നുമില്ല, അതിനൊക്കെ മെയിൻ കേറ്ററിംഗ് കമ്പനി വേറെയുണ്ട്. നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ടേഴ്സിൻ്റെ ഓർഡർ മാത്രമേ ഉള്ളൂ. സോ റിസ്ക് എടുക്കണ്ട. ഏതെങ്കിലും നല്ല ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്ത് അങ്ങോട്ടേക്ക് എത്തിച്ചാൽ മാത്രം മതി. ഞാനവിടെ ഉണ്ടാവും. വണ്ടിയിൽ ഡീസൽ അടിക്കാൻ മറക്കരുത്. എവറിത്തിങ് ഷുഡ് ബി പെർഫെക്റ്റ്. എന്നാലും ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്യുന്നത് ഞാൻ കുക്ക് ചെയ്താൽ പോരെ? ജസ്റ്റ് സ്റ്റാർട്ടേഴ്സ് അല്ലേ? വിജയ്, 24 hours പോലും ഇല്ല ഇവന്റിന്. വെറുതെ എന്തിനാ ടെൻഷൻ? എങ്ങനെ എലിഗൻ്റ് ആയിട്ട് സെർവ് ചെയ്യാമെന്ന് ആദ്യം പഠിക്കും. എണീറ്റ് എനിക്ക് 75,000. മാർജിൻ ഉണ്ടോ? ഒരു 20,000. ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് സ്റ്റാർട്ടേഴ്സ്. ദാറ്റ്സ് എ ഗുഡ് വൺ. അപ്പോൾ ഞാൻ പോയി പ്ലാനിങ് തുടങ്ങട്ടെ. See you. This is the first goal opening. That is എന്നത് ഇന്ത്യയുടെ സ്വന്തം റോഷൻ. നിങ്ങളിത് കാണുക. ഈ ഭൂഗോളത്തിൽ this man is called genius of cricket. ട്രൈൽ ബോൾ ആണെങ്കിൽ ചേട്ടൻ അതിനകത്ത് എത്ര വീശി അടിച്ചേ? ആദ്യം കൊള്ളിച്ചടിച്ച് അപ്പുറത്ത് വരാം. ചേട്ടൻ ധോണി ട്രൈൽ ബോൾ കളിക്കുന്ന കണ്ടിട്ടുണ്ടോ? കോഹ്ലി ട്രൈൽ ബോൾ കളിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഞങ്ങളെ കോളിനും ധോണിനെ പോലെ ഡെയിലി കളിച്ചിറക്കണമാരല്ല. ഞങ്ങൾ മ്യൂസിക് ഡയറക്ടേഴ്സ് ആണ്. വി ആർ മ്യൂസിക് ഡയറക്ടർ. വി മേക്ക് മ്യൂസിക്. പോയി ഓടിടാ. ചലെ പോയി. എറിയടാ 3 സ്റ്റമ്പും തെറിപ്പിക്കാം. ഫസ്റ്റ് ബോൾ നോക്കേ, ആദ്യത്തെ അഡ്വാൻസ്. ഒരു ഹെൽപ്പ് വേണം. വാ. ഹെൽപ്പ് ഒന്നുമില്ല, കളിയുണ്ട്. ഓ അപ്പോ എന്റെ ചെലവില് നീയൊന്നും ബിയർ അടിക്കുന്നില്ല? ഓഹോ, പ്രലോഭനം കി ബാരെ മേ. പിങ്കി, ഒന്ന് വേഗം വന്നേ. എന്തു പറ്റി? വേഗം വാ. എന്താ? ചേച്ചിയോട് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. ചേച്ചി എന്താ ചെയ്യുന്നേ? പൊടി അമ്മ എണീക്കും. ചേച്ചി ഇതൊന്നും ശരിയല്ല. എനിക്കേ ഇതുകൊണ്ട് 2 മാസത്തെ EMI അടയ്ക്കാം. ചേച്ചി പ്രായമായ അമ്മയാണ്. അതെ, അത് തന്നെ. പ്രായമായ അമ്മയ്ക്ക് എന്തിനാ സ്വർണം? പൈസക്കൊക്കെ ഒരുപാട് ആവശ്യമുണ്ടടി. ചേച്ചി പ്ലീസ് അത് കൊണ്ടുപോകരുത്. ഇവിടുത്തെ കാര്യത്തിൽ നീ ഇടപെടണ്ട ചേച്ചി. വിടടി. മരിക്കാൻ കിടക്കുന്ന ആൾക്കല്ലേ മാലേ മാളി. നാളെ എല്ലാവരും ഫുഡ് കഴിച്ച് ഹാപ്പി ആയി കഴിയുന്ന നേരത്ത് എല്ലാവരും പിങ്കിയെ വന്ന് അപ്രീഷിയേറ്റ് ചെയ്യും. എന്നിട്ടൊന്ന് പറയും, പിങ്കി ദ സ്റ്റാർട്ടേഴ്സ് വർ സോ അമേസിംഗ്, സോ എക്സ്ട്രാ ഓർഡിനറി. അപ്പൊ നീ പറയും ഞാനൊരു സത്യം പറയട്ടെ, ഇത് ഞാൻ ഓർഡർ ചെയ്ത് പറ്റിയതല്ല, ഞാൻ സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് കുക്ക് ചെയ്താണ് അല്ലേ? അപ്പൊ അവള് പറയും, ഓ മൈ ഗോഡ് വിജയ്, യു ആർ സോ സ്വീറ്റ് ആൻഡ് സോ ബ്യൂട്ടിഫുൾ ആൻഡ് ആൻ അമേസിംഗ് ഷെഫ്. കറക്റ്റ്. ഞാനിത് ഫുൾ ഉണ്ടാക്കി പാക്ക് ചെയ്ത് കഴിയണവരെ ഉറങ്ങണമെന്ന് മാത്രം എൻ്റെ അടുത്ത് പറയും. പറയില്ല. വേണ്ട അടിക്കേ, എനിക്കുണ്ട്. എന്നാൽ ഞാനൊരു സത്യം പറയട്ടെ, ഞാൻ താൽക്കാലികമായിട്ട് കള്ളുകൂടി നിർത്തി. എന്താടാ? എടാ, വീട്ടിലെ പരിപാടികളൊക്കെ ഒന്ന് സെറ്റിൽ ആവണവരെ കുറച്ച് സീരിയസ് ആയില്ലെങ്കിലേ ചിലപ്പോ നൈസായിട്ട് പണി പാടും. അത് ഞാനേ നാളത്തെ ലൊക്കേഷൻ മാപ്പ് വാട്സാപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് കിട്ടി, എനിക്ക് അറിയാവുന്ന സ്ഥലമാണ്. പിന്നെ ഏത് ഹോട്ടലിൽ ഓർഡർ കൊടുത്തേക്കുന്നേ? ഹോട്ടൽ കാസിലോ. അയ്യോ, അത് ഭയങ്കര എക്സ്പെൻസീവ് അല്ലേ? എന്നാ ഓക്കെ, ശരി. അപ്പൊ എന്നാ നാളെ കാണാം. നേരത്തെ ഉറങ്ങിക്കോ. പിന്നെ രാവിലെ വരുമ്പോ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങണേ. ആദ്യത്തെയാണ്. ഓക്കെ, ശരി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ലക്ഷ്മീകാന്തം കമലനയനം യോഗി ഹൃദ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. എന്റെ തിരുവാർമല കൃഷ്ണ.
ആ പെങ്കി, ഞാൻ കുറെ നേരമായിട്ട് ട്രൈ ചെയ്യായിരുന്നു. നോട്ട് റീച്ചബിൾ എന്നൊക്കെയാ പറയുന്നേ. നോട്ട് റീച്ചബിൾ? ആ അതെ. എണീറ്റപ്പോ എന്നെ ഒന്ന് വിളിക്കായിരുന്നു. ഞാനേ റെഡിയാക്കുന്നതിന്റെ തിരക്കില്. ഇറ്റ്സ് ഓക്കെ, എല്ലാം റെഡിയല്ലേ? എവിടെ എത്തി? ഞാൻ എന്താ പുറപ്പെട്ടു. ഞാൻ അല്ല പുറപ്പെടുന്നു. പുറപ്പെട്ടില്ലേ ഇതുവരെ? ഇനി 1 മണിക്കൂറില്ലേ? പെട്ടെന്ന് എത്തും. നോക്കൂ, നല്ല ട്രാഫിക് ഉണ്ടാവും. ഇപ്പൊ പുറപ്പെട്ടില്ലെങ്കിൽ നമ്മൾ വിചാരിച്ച സമയത്ത് അവിടെ എത്തിക്കാൻ പറ്റില്ല. ടെൻഷൻ അടിക്കില്ല. ഞാൻ ഇവിടെ ഇറങ്ങിയ ഉടനെ അവിടെ എത്തും. സ്റ്റാർട്ടേഴ്സ് ആണ് സെർവ് ചെയ്യുന്നത്. ഒരു 5 മിനിറ്റ് പോലും ലേറ്റ് ആവാൻ പറ്റില്ല. ഇല്ല ലേറ്റ് ആവില്ല. എനിക്കറിയാം. എണീക്കണം. എടാ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. എടാ ആകെ 10 രൂപ ബോക്സുള്ളൂ, ഒന്ന് എടുത്തു വെച്ചാ. ഹായ് പിങ്കി. ഹലോ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എല്ലാം റെഡി അല്ലേ? ഓൾ സെറ്റ്. അകത്ത് ബാപ്റ്റിസം തുടങ്ങിയാൽ പിന്നെ 15 മിനിറ്റ് എടുക്കും. ഷാർപ്പ് 11 നമ്മൾ സ്റ്റാർട്ടേഴ്സ് സെർവ് ചെയ്യണം. അങ്കിൾ ട്രസ്റ്റ് മീ, എവറിത്തിങ് വിൽ ബി പെർഫെക്റ്റ്. പിന്നെ പിങ്കി, ഈ ഇവന്റ് നന്നായിട്ട് ചെയ്ത 4-5 മിനിറ്റ്സ് വേറെ ഉണ്ട് നിങ്ങൾക്ക് തരാനായിട്ട്. ഓ താങ്ക് യു സോ മച്ച്. ബി ഹിയർ. ഓക്കെ. ഹലോ വിജയ്, എന്താ ഇവിടെ ഗ്ലൂമി ആയിട്ട് നിൽക്കുന്നത്? ഞാൻ വെറുതെ. You are the hero of the day. എന്താ ഇന്നത്തെ ബിസിനസ് പോയല്ലോ എന്ന് ആലോചിക്കുകയാണോ? അതൊന്നുമല്ല അങ്കിൾ. Say yes, I'll be happy to hear that. Have a drink. വിജയ് ഇല്ലെങ്കിൽ ഞാൻ മറ്റേ റേഡിയോ ഇന്റർവ്യൂയുടെ സമയം എനിക്കൊരു റേഡിയോ ഇന്റർവ്യൂ ഉണ്ടെങ്കിലോ മേളിൽ എവിടെയെങ്കിലും ഒരു പ്രൈവസി. ഓ യാ, ചന്ദ്രൻ പറഞ്ഞു. Go right upstairs, first door on the left. അവിടെ ആരുമില്ലേ, ചെന്നോളൂ. ചലോ. ഹലോ, നിങ്ങളെയാ? നിങ്ങൾ മ്യൂസിക് മാത്രമേ ചെയ്യോ അതോ വേറെന്തെങ്കിലും? അല്ല, ചെറിയ എഴുത്ത് പരിപാടി ഉണ്ട്. ഒരു നോവൽ എഴുതിക്കൊണ്ടിരിക്കുക. നോവൽ? ഓ മൈ ഗോഡ്. എന്താ നോവലിന്റെ പേര്? ജെട്ടിക്കുള്ളിൽ ഭീകരൻ. എക്സ്ക്യൂസ് മീ, എന്താ? ജെട്ടിക്കുള്ളിൽ ഭീകരൻ. ആക്ച്വലി ഒരു ബോട്ട് ചട്ടി ഭീകരൻ ആക്രമിക്കുന്നതാണ് കഥ. ഒരു ടെററിസ്റ്റ് അറ്റാക്ക് ആണ്. ഓക്കെ, എന്റെ മ്യൂസിക് എന്തായി? ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. തരാം. ഉണ്ടാക്ക്. നോവല് ഇഡിയറ്റ്സ്. ഹരിയേട്ടൻ അങ്ങോട്ട് ഇരിക്കുക. ഹരിയേട്ടനെ മനസ്സിലായില്ലേ? ഇല്ല. ഞങ്ങളൊരു ഫാമിലി ഫ്രണ്ടാ, വലിയ ബിസിനസ്സുകാരനാ. സ്വന്തമായിട്ട് 4 ആനയാ. ആനഹരി എന്ന് കേട്ടിട്ടില്ലേ? ഇല്ല. ഹരിയാന എന്ന് കേട്ടിട്ടുണ്ട്. റെഡി ആയില്ലേ? ഇവളവിടെ എല്ലാരും അന്വേഷിക്കുക. മേക്കപ്പ് ചെയ്യുവാണ്, ഒരുങ്ങുവാണ്, ഇപ്പൊ റെഡിയായി വരും എന്നൊക്കെ പറഞ്ഞ് മാനേജ് ചെയ്യുന്നതിലും ഇല്ലേ ഒരു ലിമിറ്റ്? ഇറ്റ്സ് ഓക്കെ, നിങ്ങൾ താഴേക്ക് വെക്കോളൂ. ഓക്കെ, ഐ ടേക്ക് കെയർ ഓഫ് ഇറ്റ്. ഏയ്, ഇനി ഇങ്ങനെ മൂഡ് ഓഫ് ആയിരിക്കാൻ പറ്റില്ല. കം ഓൺ, യു ആർ ദ സെന്റർ ഓഫ് അട്രാക്ഷൻ. ഡാഡി, ഞാൻ ഒരുപാട് തവണ പറഞ്ഞു എനിക്കൊരു മാരിഡ് ലൈഫ് ഉണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള ഒരാളുടെ ഒപ്പം ആയിരിക്കും എന്ന്. ദേ, എന്നെ കൊണ്ട് വെറുതെ ഒച്ചയടിപ്പിക്കരുത്. കം ഓൺ, ഗെറ്റ് റെഡി, കം. അവളെവിടെ കണ്ടില്ല? അവളോട് റെഡി ആവാ കേട്ടോ, നമുക്ക് പെണ്ണ് കാണാൻ വന്നപ്പോഴും റെസ്റ്റോറന്റിൽ മീറ്റ് ചെയ്തപ്പോഴൊക്കെ ഞാൻ ഒരുപാട് തവണ പറഞ്ഞതാ ഡോണ്ട് പുട്ട് ദിസ് പുവർ ഗൈ ഇൻ ട്രബിൾ എന്ന്. ഡാഡി മരിച്ചളയെന്നുള്ള ഭീഷണി കൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും കാലം ഇതിനൊക്കെ നിന്ന് വന്ന്. ഇനി എനിക്ക് പ്രാക്ടിക്കലായി മൂവ് ചെയ്തേ പറ്റൂ. സൽമാൻ എന്നെ ഇഷ്ടം, എനിക്കത് മതി. ഈ പ്രീ എൻഗേജ്മെന്റ് ഡ്രാമയൊക്കെ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാനാണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. പ്രീ എൻഗേജ്മെന്റ് പിന്നെ നമ്മളങ്ങ് അമേരിക്കയിലല്ലേ ജീവിക്കുന്നത്. അതിന് ഇൻവൈറ്റ് ചെയ്ത് ഓടി വരാൻ കുറെ ബഫൂൺസും. ഡാഡി എന്റെ കാര്യത്തിൽ Vijay is an amazing guy. He's going to be a very successful businessman. ഡാഡി എന്നാ അയാളോടൊപ്പം ബിസിനസ് ചെയ്തോളൂ. എന്റെ ലൈഫ് എന്നാ ഇതിനിടയിൽ കോംപ്രമൈസ് ചെയ്യുന്നത്? മോളെ, അച്ഛനുണ്ടോ അകത്ത്? ഓ ചന്ദ്രൻ, എന്തോ ഒരു ശബ്ദം കേട്ടത്. എന്ത് ശബ്ദം? ഞങ്ങളൊന്നും കേട്ടില്ല. ഓ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വേറെ എന്തെങ്കിലും ഒരു വിഷമം? സാധാരണ മുഖത്ത് കാണുന്നൊരു സന്തോഷം കാണുന്നില്ല, അതുകൊണ്ട് ചോദിച്ചതാ. സി ചന്ദ്രൻ, യു ഷുഡ് ബി ഹാവിങ് എ ഡ്രിങ്ക്. അതെന്താ എടുക്കാത്തതെന്ന് മാത്രമാണ് എൻ്റെ ഒരു കൺഫ്യൂഷൻ. ഓ, ഫ്രാങ്കായിട്ട് പറഞ്ഞതാണല്ലോ അല്ലേ? ഓഫ് കോഴ്സ്. ഓ, ഹലോ പൂജ. ഹായ്, റെഡി ആണല്ലോ അല്ലേ? തിരക്കാന്നറിയാം, ബട്ട് 10 മിനിറ്റിൽ ഞാൻ വേഗം ഫിനിഷ് ചെയ്ത് തരാം. No, that's okay. ഒരു മിനിറ്റ്, ഞാൻ അവളെയും കൂടി ഒന്ന് കോൺഫറൻസിൽ ആഡ് ചെയ്യാണ്. Okay. ഐ ഡോണ്ട് വാണ്ട് ടു ഇൻസൾട്ട് യു ഡാഡ്. ഞാൻ താഴേക്ക് വരാം ജസ്റ്റ് ടു സേവ് യുവർ ഫേസ്. ബട്ട് നാളെ മുതൽ എന്നെ അലയൻസിന് നിർബന്ധിക്കരുത്.
ഒരു 10 minutes എല്ലാം നമുക്ക് വേഗം വേഗം തീർക്കാം. ഓക്കെ ഡി ഓവർ ആക്കല്ലേ. ടേക്ക് യുവർ ഓൺ ടൈം. ഓക്കെ, ഐ ആം ഗോയിങ് ടു സ്വിച്ച് ഓവർ. 4 3 2 1. നമസ്കാരം, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ട്രൂ സ്റ്റോറീസ് ആൻഡ് ദിസ് ഈസ് RJ പൂജ. ഇന്നത്തെ ട്രൂ സ്റ്റോറീസിൽ 2 പേരാണ് നമ്മുടെ കൂടെ ട്രൂ സ്റ്റോറീസ് ഷെയർ ചെയ്യാൻ എത്തിയിരിക്കുന്നത്. വിജയ് സൂപ്പർ ആൻഡ് പൗർണമി. ഈ പേര് കേൾക്കുമ്പോൾ തോന്നുന്ന കൗതുകം ഇവരുടെ ലൈഫിലും ഉണ്ട്. ഒരു പെണ്ണ് ആണലിലൂടെ പരിചയപ്പെട്ട് പിന്നെ തമ്മിൽ പിരിഞ്ഞ് പിന്നെ വീണ്ടും കണ്ടുമുട്ടി ഇന്ന് കൊച്ചിയിലെ എല്ലാ ഫുഡീസിനും അറിയാവുന്ന ഗുഡ് ഫുഡ് ഗുഡ് മ്യൂസിക് എന്ന റെസ്റ്റോറൻറ്റ് ഓൺ വീൽസിന്റെ ഓൺടർപ്രണേഴ്സ്. ആദ്യം വിജയ് പറയൂ. അഡ്രസ്സ് തെറ്റി പെണ്ണ് കണ്ട പിങ്കിയെ ബിസിനസ് പാർട്ട്ണറാക്കി. മറ്റൊരു പെൺകുട്ടിയെ ഇപ്പൊ ലൈഫ് പാർട്ട്ണർ ആക്കാൻ പോകുന്നു. പെൺകുട്ടിയെ സ്വയം കണ്ടുപിടിച്ചതാണോ അതോ ലവ് ആണോ അതോ പേരൻസ് കണ്ടുപിടിച്ചതാണോ? ഹലോ, വിജയോടാണ് ചോദിച്ചത്, പറയൂ. ഹലോ പൂജ. യെസ്, പറയൂ. വിജയ്ക്ക് ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഒരുപാട് പേരോട് ചോദിക്കണം. സ്വന്തമായിട്ടൊക്കെ തീരുമാനം എടുക്കാൻ നല്ല പേടിയുള്ള ടൈപ്പാ. അത്രയും പേടിയുള്ള ഒരാളെ പിങ്കി എങ്ങനെയാണ് ബിസിനസ് പാർട്ട്ണർ ആക്കിയത്? വിജയ്ക്ക് എന്താ തോന്നുന്നത്? ഹലോ വിജയ്, കേൾക്കുന്നുണ്ട്. കേട്ടാ പോരാ, ഓപ്പൺ അപ്പ്. ട്രൂ സ്റ്റോറീസ് ആണ് ഇത്. ട്രൂ ആയിട്ടുള്ള എന്തും പറയാം. പിങ്കി പറഞ്ഞ കറക്റ്റ്. പിങ്കിക്ക് ഒന്നിനും പേടിയില്ല. പിങ്കിക്ക് പേരൻസിനെ എങ്ങനെ ഇംപ്രസ് ചെയ്യുന്നോർത്തുള്ള പേടിയില്ല. പിങ്കിയുടെ ഇമോഷൻസ് ആരെങ്കിലും ഹേർട്ട് ചെയ്യുമെന്നുള്ള പേടിയില്ല. അണിഞ്ഞൊരുങ്ങി പെണ്ണ് കാണാൻ നിൽക്കാൻ പറഞ്ഞ അത്രയും കൂടെ പേടിയില്ല. പക്ഷെ ഞാൻ നേരെ ഓപ്പോസിറ്റ്. എനിക്ക് ഒരു തരത്തിലുള്ള ടെൻഷൻ എടുക്കാൻ പറ്റില്ല. അന്ന് പെണ്ണ് കാണാൻ ചെന്നപ്പോൾ പിങ്കി ആദ്യം തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞത് ഞങ്ങൾ തമ്മിൽ ഒട്ടും മാച്ചല്ലെന്ന്. അവിടെ ആ ഡോറ് ലോക്കായി കുറേ നേരം അതിൻ്റെ അകത്തിരുന്ന് പിങ്കിയോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ജീവിതത്തിൽ ഒരു വിഷനും ഒരു ലക്ഷ്യമില്ലാത്ത ഞാനൊക്കെ വെറും 0 ആണെന്ന്. വിജയ് സൂപ്പറാന്ന് നാമം ജപിക്കുന്ന പോലെ പറഞ്ഞുകൊണ്ടിരുന്നിട്ടും സൂപ്പറാവാൻ പറ്റാത്ത ഒരാളാണ്. എന്നിട്ടും ഞാൻ എന്നൊരു ബിസിനസ് ചെയ്യുന്നു. പൂജ ഒരു റേഡിയോ സ്റ്റേഷനിലിരുന്ന് എൻ്റെ ഇന്റർവ്യൂ എടുക്കുന്നു. അതിനൊക്കെ കാരണം ഒരു കാര്യം എനിക്ക് ഉറപ്പാ, പിങ്കി തിരിച്ചുപോയ വളരെ കുറച്ച് ദിവസം കൊണ്ട് തന്നെ ഞാൻ ആ പഴയ വിജയായി മാറും. എന്താ ഉള്ളിലുള്ളൊരു കൺഫ്യൂഷൻ? ഓക്കെ, 1 സെക്കൻഡ്. ഇവിടെ ഒരാൾ വേറെ ഒന്നും മിണ്ടുന്നില്ലല്ലോ. പിങ്കി, are you there? യാ പൂജ, പറയൂ. ഓക്കെ പിങ്കി, ടെൽ മീ. പെണ്ണ് കാണാൻ വന്ന ഒരാളോട് നമ്മൾ മാച്ച് അല്ല എന്നാണോ ആദ്യം പറയേണ്ടത്? ഐ ഓൾവേസ് ഫോളോ മൈ ഹാർട്ട്. ഞാനങ്ങനെ പറഞ്ഞു എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഒന്ന് മുറിയിൽ നിന്ന് പിരിയുമ്പോൾ മനസ്സിലങ്ങനെ അല്ലായിരുന്നു. ചില കാര്യങ്ങൾ വിജയ്ക്കും പുതിയൊരു അറിവായിരിക്കും. എനിവേ, ഇപ്പൊ നമുക്കൊരു സൂപ്പർ ഹിറ്റ് മെലഡി കേൾക്കാം. അത് കഴിഞ്ഞ പിങ്കിയുടെ ഓസ്ട്രേലിയൻ ട്രാവൽ ഡ്രീംസ്, വിജയുടെ എൻഗേജ്മെന്റ് വിശേഷങ്ങൾ, പിന്നെ നിങ്ങൾ 2 പേരും 2 വഴിയിലേക്ക്. 2 പേർക്കും കൃത്യം 1 മിനിറ്റ് ഉണ്ട്. സ്പെഷ്യൽ ആയിട്ടുള്ള എന്ത് വേണമെങ്കിലും പറയാം. ആർക്ക് വേണമെങ്കിലും തുടങ്ങാം. കമോൺ. ഹലോ, നമുക്ക് ടൈമില്ല. ഹലോ ഹലോ, എന്താന്നും പറയാത്തേ? ഹലോ, ഞാൻ ചന്ദ്രമോഹനാണ്, വിജയുടെ അച്ഛൻ. എനിക്കൊരു മിനിറ്റ് സംസാരിക്കാമോ? ഓഫ് കോഴ്സ് അങ്കിൾ, പറയൂ. എനിക്ക് സംസാരിക്കാനുള്ളത് പിങ്കിയോടാണ്. മോള് കേൾക്കുന്നുണ്ടോ? അങ്കിൾ, മോള് നല്ല ബോൾഡായിട്ടുള്ള കുട്ടിയാണ്. മിടുക്കും സാമർഥ്യവും ഒക്കെ ഉണ്ട്. വിജയ് അങ്ങനെയൊന്നുമല്ല. അങ്ങനെ നോക്കുമ്പോൾ മോൾ അവനോട് പറഞ്ഞതുപോലെ നിങ്ങൾ തമ്മിൽ ഒട്ടും മാച്ചല്ല. പക്ഷേ മോൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ മാച്ചല്ല എന്ന് തോന്നുന്നവരാണ് ജീവിതത്തിൽ ഏറ്റവും വിജയം കൈവരിച്ചിട്ടുള്ളത്. ഈ കാപ്പി ഉണ്ടാക്കാൻ അറിയാൻ പാടില്ലാത്തവർ അതുണ്ടാക്കുന്നത് പോലെയാണ് മാരേജ് ലൈഫ് എന്ന് പറയുന്നത്. ചിലപ്പോൾ കടുപ്പം വല്ലാതെ അങ്ങ് കൂടും, ചിലപ്പോൾ തീരെ അങ്ങ് കുറഞ്ഞു പോകും. പക്ഷെ ഒരു ദിവസം എല്ലാം പാകത്തിനാവും. ആ പാകം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ജീവിക്കാൻ വളരെ എളുപ്പമാണ്. എവറസ്റ്റ് കൊടുമുടി ആദ്യമായി കീഴടക്കിയത് 2 പേരാ. പക്ഷേ അവർ മരിക്കുന്നത് വരെ ഒരു സത്യം പുറത്തു വിട്ടിട്ടില്ല. 2 പേരിൽ ആരാണ് ആദ്യം എവറസ്റ്റിൽ കാലുകുത്തിയതെന്ന്. അതായിരിക്കണം പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഞാൻ പെട്ടെന്ന് കയറി വന്ന് ഇവൻ്റെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചു വാങ്ങി മോളോട് ഇത്രയൊക്കെ പറഞ്ഞത് എൻ്റെ ഒരു സ്വാർത്ഥത കൊണ്ടാണ് കേട്ടോ. മോള് പെട്ടെന്ന് ഒരു ദിവസം എല്ലാം ഇവനെ ഏൽപ്പിച്ചിട്ട് അങ്ങോട്ട് പോയിക്കളഞ്ഞാൽ ഇവൻ വീണ്ടും പഴയ വിജയാവെന്ന് പറയുന്നത് കേട്ടപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്നൊരാന്തൽ.
അതുകൊണ്ടാ ഞാൻ എന്താ ഫോൺ വിജയുടെ കയ്യിൽ കൊടുക്കണേ. താങ്ക് യു അങ്കിൾ. ട്രൂ സ്റ്റോറീസിന്റെ ആദ്യത്തെ എപ്പിസോഡ് നല്ല വാക്കുകളുണ്ട് അതിന്റെ. ആരോ എവിടെയോ എഴുതിയതുപോലെ നക്ഷത്രങ്ങൾ എല്ലാ സമയത്തും ആകാശത്ത് തന്നെയുണ്ട്. പക്ഷെ പകൽ വീട്ടാനുള്ള കടങ്ങളൊക്കെ വീട് വിറ്റിട്ടാണെങ്കിലും നമുക്ക് വീട്ടാം. കുടുംബമായിട്ട് സന്തോഷത്തോടെ കഴിയേണ്ട സ്ഥലമാണ് വീട്, അല്ലെങ്കിൽ അത് വെറും കെട്ടിടം. നിന്റെ സന്തോഷം കളഞ്ഞിട്ട് നീ ഒന്നും ചെയ്യണ്ട. ഇപ്പതാ ഒരു പ്രളയം വന്നപ്പോ കുറെ ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും നമ്മൾ അതൊക്കെ അതിജീവിച്ചില്ലേ. അതിനേക്കാൾ ബുദ്ധിമുട്ടാ ജീവിതത്തിൽ ചില പ്രത്യേക സമയത്ത് ചില പ്രത്യേക തീരുമാനങ്ങൾ എടുക്കാൻ. മോൻ ആലോചിക്ക് കേട്ടോ, ഒട്ടും വൈകിട്ടില്ല.